താൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ജോസഫ് കാരാഗ്രഹത്തിലായിരിക്കുന്നത്. ഇപ്പോൾ ജോസഫിനോട് കൂടെ മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും കാരാഗ്രഹത്തിൽ ബന്ധനസ്ഥനായിരിക്കുന്നു. ഒരു ദിവസം ഇവർക്ക് രണ്ടുപേർക്കും ഒരു സ്വപ്നമുണ്ടായി. സ്വപ്നത്തെ തുടർന്ന് മുഖം വാടിയിരിക്കുന്ന ഈ പാനപാത്രവാഹകനെയും അപ്പക്കാരനെയും കണ്ട് ജോസഫ് മുഖം തിരിച്ച് കടന്നുപോയില്ല. ഓ, they are the higher officials. Why should I bother them? ഞാനോ പെട്ടുപോയിരിക്കുകയാണ്, ഇനി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ എന്ന് കരുതി മുഖം മാറ്റി കടന്നുപോയില്ല. മറിച്ച് ജോസഫിനെ കുറിച്ച് വചനം ആവർത്തിച്ച് പറയുന്നത് പോലെ യഹോവ ജോസഫിനോട് കൂടെ ഉണ്ടായിരുന്നു എന്നതിനെ അന്വർത്ഥമാക്കും വിധം ജോസഫ് അവരുടെ അടുക്കൽ ചെന്ന്, എന്തേ നിങ്ങളുടെ മുഖം വിഷാദത്താൽ വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കുവാൻ കാരണമായി. ഒരൊറ്റ ചോദ്യം ജോസഫിന്റെ ജീവിതത്തെ അപ്പാടെ മാറ്റിക്കളഞ്ഞു. ഇന്നലകൾ വരെ സ്വപ്നക്കാരൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ജോസഫ് ഇന്ന് സ്വപ്നം വ്യാഖ്യാനിക്കുന്നവൻ എന്ന തലത്തിലേക്ക് ഉയർത്തപ്പെട്ടു. ഇന്നലകൾ വരെ സ്വർഗീയ ദർശനങ്ങൾ മാത്രം കണ്ടിരുന്ന ജോസഫ് ഇന്ന് ആ സ്വപ്നത്തിന്റെ അർത്ഥം പറയുവാൻ തലത്തിലേക്ക് സ്വർഗം അവനെ ഉയർത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ആത്മസഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോട് അവരുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കാൻ, സുഖമാണോ എന്നൊന്ന് ചോദിക്കാൻ, അവരുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കാൻ ഒരു നിമിഷം നാം ചിലവഴിക്കുന്നു എങ്കിൽ അത് അവരിൽ എന്ത് മാറ്റം വരുത്തുന്നു എന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ അഭിഷേകം ചലിക്കുന്നതിന് അത് കാരണമായി തീരും. നമ്മൾ സ്വർഗീയ തലത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് അത് കാരണമായി തീരും. അപ്പക്കാരന്റെയും പാനപാത്രവാഹകന്റെയും സ്വപ്നം മാത്രമല്ല, ഫറവോയുടെ സ്വപ്നം പോലും വ്യാഖ്യാനിക്കത്തക്ക വിധത്തിൽ, അതിനേക്കാൾ ഉപരി ഫറവോയ്ക്ക് പിതാവും അവന്റെ ഗൃഹത്തിന് യജമാനും മിസ്രയീം ദേശത്തിന്റെ അധിപതിയുമായി ജോസഫ് ഉയർത്തപ്പെടുന്നതിന്റെ അടിസ്ഥാന കാരണം ദുഃഖിച്ചിരുന്ന, മുഖം വാടിയിരുന്ന ആ പാനപാത്രവാഹകനോടും അപ്പക്കാരനോടും എന്തേ നിന്റെ മുഖം വിഷാദത്തിലായിരിക്കുന്നു എന്ന ഒരൊറ്റ ചോദ്യമാണ്.